Cristiano Ronaldo in an interview and he said that I don't really care whether I score 1,000 goals. ഞാൻ 1000 ഗോൾ അടിക്കോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. അടിച്ചിട്ടില്ലെങ്കിൽ no problem because I am the best player in the history. Anybody has done English? Right. Which are the papers we have? Yeah. Yeah. Poetry. Prose. Wonderful. So there was also another paper named grammar and right. And my score in that was, let's say, 28 or something out of 100. Okay. That means that I was not a very good student when I was a graduation student. I was not being able to speak English well. I was not able to write English well. And after graduation, I did my B.Ed course. B.Ed എന്ന് പറയുന്നത് ഏത് കോഴ്സാണ്? നമ്മൾ ടീച്ചർ ആവുന്ന ഒരു കോഴ്സ്. അതും വലിയൊരു സ്റ്റോറിയാണ്, കോമഡിയാണ്. ലൈക്ക് നോർമലി 50% ആണ് കട്ട് ഓഫ് മാർക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നത് B.Edന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് എനിക്ക് ഡിഗ്രിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് വാസ് ജസ്റ്റ് 47.2%. B.Edന് പോകണമെന്നുണ്ടെങ്കിൽ എത്ര കിട്ടണം? 50 കിട്ടണം. പക്ഷെ എനിക്ക് കിട്ടിയത് 47.2%. ലക്കിലി അവിടെ ഒരു 3% OBC കൺസെഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നു. സോ അഗെയിൻ ഇറ്റ് കം ഡൗൺ ടു 47%. ആ ഒരു 0.2%ലാണ് ഐ ബിക്കെയിം എ ടീച്ചർ. അങ്ങനെ B.Edന് ചേർന്നു. B.Edന് ചേർന്ന സമയത്ത് there were a lot of, നിങ്ങൾ ചോക്ലേറ്റ് എന്ന മൂവി കണ്ടിട്ടുണ്ടാവും, റൈറ്റ്? വാട്ട് ഇസ് ഹൈലൈറ്റ് ഓഫ് ഇറ്റ്? One boy in one class and that was my condition. And ഞാൻ B.Edന് ഇംഗ്ലീഷിൻ്റെ ബാച്ചിൽ there were 20 students and 19 were girls. And girls എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിഗ്രിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ബെസ്റ്റ് കോളേജസ് ലൈക്ക് പ്രൊവിഡൻസ്, ഗുരുവായൂരപ്പൻ കോളേജ്, കാലിക്കറ്റിലൊക്കെ ഉള്ള ബെസ്റ്റ് കോളേജസിലാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവിടേക്കാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഈവൻ ആഫ്റ്റർ 1 year അവിടുന്ന് 1 year കംപ്ലീറ്റ് ചെയ്തിട്ട് പോലും ഞാനൊരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ there were, let's say, 2-3 mistakes. ഒരു സെൻറ്റൻസ് എഴുതുകയാണെങ്കിൽ പോലും there should be 2 grammatical mistakes and 1 spelling mistake, of course. അതിനുശേഷം luckily I got an opportunity to work in one of the international schools in Maharashtra. Okay. ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഒരു 6ാം ക്ലാസ്സിലേക്കാണ്. ആൻഡ് ഐ വാസ് വർക്കിംഗ് ഇൻ മഹാരാഷ്ട്ര ടു. എവിടെ വർക്ക് ചെയ്യുന്നത്? മഹാരാഷ്ട്രയിൽ. അവിടെ നമുക്ക് മലയാളം പറയാൻ പറ്റുമോ? പറ്റൂല. കുട്ടികൾക്ക് ഹിന്ദിയാണ് അറിയാം. എനിക്ക് ഹിന്ദി അറിയോ? ഇല്ല. ഒബ്വിയസ്ലി ഞാൻ ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഫോഴ്സ്ഡായി ഇൻ ദ സെൻസ് ഞാൻ ഫസ്റ്റ് പോയിട്ട് ഒരു 5 minutesനുള്ളിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ my students were sitting in front of me were speaking far better than me എന്നുള്ളത്. എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ എന്നേക്കാൾ ഒരുപാട് മികച്ച രീതിയിലാണെന്ന് മനസ്സിലായി. ആൻഡ് ഗസ് വാട്ട്, ഞാൻ ഫസ്റ്റ് വീക്ക് 2 weeks 3 weeks ഒക്കെ ആവുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നത്? നമ്മൾ ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കാൻ അറിയില്ല. ലൈക്ക് ഐ വാണ്ട് ടു ഗോ ടു ദ ടോയ്ലറ്റ്. കുട്ടികൾ പറയും ഓക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. And that was a moment I realized that if I have to exist here at this school, I need to improve myself എന്നുള്ളത്. എനിക്കിവിടെ ഒരു നിലനിൽപ്പ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ I have to do something about my English communication. And taking a decision, I want to improve my language. ആ ഒരു decision changed my life. That was a turning point in my life. സിമിലർലി നിങ്ങൾക്കും ഒരുപാട് ആംബിഷൻസ്, ആഗ്രഹങ്ങൾ, അതേപോലെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, വെദർ ഇറ്റ് ഇസ് സ്കിൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഐ വോണ്ട് യു ടു റിയലി ആസ്ക് വൈ ഡു യു വാണ്ട് ദാറ്റ്? എനിക്ക് എന്തിനാണത്? ഈസ് ഇറ്റ് റിയലി അതൊരു ഡു ഓർ ഡൈ മൂമെൻ്റ് ആണോ? എനിക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ വിൽ ലൂസ് മൈ ജോബ്, ഐ വിൽ ലൂസ് മൈ ജോബ്. സോ ഇറ്റ്സ് എ ഡു ഓർ ഡൈ moment was for me. Similarly, നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, is that how important is that in your life? And guess what? അതിനുശേഷം ആ ഒരു മൊമെൻറ്റിന് ശേഷം I started falling in love with English language. ഇംഗ്ലീഷ് ലാംഗ്വേജിനോടൊരു ഭയങ്കരമായ പ്രേമം, പ്രണയം എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടായി. And I was literally enjoying the journey of becoming fluent in English.
എല്ലാ ദിവസവും സ്കൂൾ വിട്ടതിന് ശേഷം അറൗണ്ട് 4:30, 5 o'clock ഒക്കെ ആവുന്ന സമയത്ത് സ്കൂൾ വിടും. ആൻഡ് ഐ വാസ് ഇൻ മഹാരാഷ്ട്ര. അപ്പം ദെൻ വി ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ് ടു നമുക്കറിയാത്ത സ്ഥലങ്ങളോട് ഇങ്ങനെ യാത്ര ചെയ്യാനും പുതിയ പുതിയ ആളുകളെ കാണാനും സിറ്റീസൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനും ഐ റിയലി ലവ് ദാറ്റ്. സോ എവറി ടൈം ആഫ്റ്റർ സ്കൂൾ ഐ വിൽ ക്യാരി മൈ ഫോൺ ആൻഡ് എ ഹെഡ്സെറ്റ് ആൻഡ് ഐ സ്റ്റാർട്ടഡ് ലിസണിങ് ടു ഇംഗ്ലീഷ്. ഭയങ്കര ആദ്യമൊക്കെ ഐ വാസ് എ പേഴ്സൺ ഹൂ ഗോട്ട് ബോർഡ് വാച്ചിങ് എൻ ഇംഗ്ലീഷ് മൂവീസ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഓക്കെ. ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഹി ഓൾവേസ് പ്രിഫർ ടു വാച്ച് ഇംഗ്ലീഷ് മൂവീസ്. അതൊക്കെ കാണുന്ന സമയത്ത് അങ്ങനെ വിചാരിക്കുന്നത് എന്താ ചെങ്ങായി ഇങ്ങനെ കാണുന്നത്, വേറെ എത്ര മലയാളം മൂവി കോമഡി മൂവീസൊക്കെ ഉണ്ട്, എന്തിനാണ് ഈ മനസ്സിലാവാത്ത സാധനം ഇങ്ങനെ കാണുന്നത് എന്നുള്ളത്. ബട്ട് ഫ്രം ദാറ്റ് പേഴ്സൺ ടു എ പേഴ്സൺ ഹൂ ഈവൻ സ്റ്റാർട്ടഡ് ലിസണിങ് ടു പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വെറും ഇംഗ്ലീഷ് മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. എ പേഴ്സൺ ഹൂ ഫെൽ ഇൻ ലവ് വിത്ത് ദാറ്റ് ലാംഗ്വേജ്. ആൻഡ് ഗസ് വാട്ട്, ഫ്രം ആ ഒരൊറ്റ കാരണം കൊണ്ട്, ഇംഗ്ലീഷിലൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് എന്നേക്കാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള, എന്നേക്കാൾ മാർക്കുള്ള, എന്നേക്കാൾ റാങ്ക് ഒക്കെ ഹൈ അച്ചീവ്, നെറ്റും സെറ്റും ഇങ്ങനെയുള്ള ആളുകളൊക്കെ എക്സ്പീരിയൻസ്ഡ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ പോലും അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂസിൽ അവരെല്ലാം മുകളിൽ പ്ലേസ്ഡ് ആവാനും ഇൻ്റർവ്യൂവിൽ സെലക്ട് ആവാനും എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് പ്യൂർലി ബിക്കോസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ളതാണ്. ലാസ്റ്റ് ഇയർ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഐ വാസ് അറ്റൻഡിങ് എൻ ഇൻ്റർവ്യൂ ഇൻ കാലിക്കറ്റ്, സൗദിയിലേക്കുള്ളതായിരുന്നു. ആൻഡ് യു വോണ്ട് ബിലീവ് ഇറ്റ്, ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്. ആൻഡ് ഐ വാസ് എൻറ്ററിങ് ഇൻ ടു ദ സ്റ്റേജ് ഫോർ ഇൻ്റർവ്യൂ. അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി എടുത്തു, ക്ലാസ് എടുത്തു കൊടുത്തു. ആൻഡ് ഗസ് വാട്ട്, ഐ വാസ് ഡാം ഷുവർ ദാറ്റ് വിത്ത് അവർ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് തന്നെ ദേ സെഡ് ലൈക്ക് we didn't see a person who speaks English this well. ഞാൻ എന്നെ തന്നെ ടോപ്പാക്കുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും ഐ ഡോണ്ട് കെയർ, ഓക്കെ. ബിക്കോസ് നോർമലി ഇംഗ്ലീഷ് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റും. ബട്ട് ഇഫ് യു വോണ്ട് ടു സ്റ്റാൻഡ് ഔട്ട്, നിങ്ങൾക്ക് നോർമലി എല്ലാവരും സംസാരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ യു നീഡ് ടു റിയലി വർക്ക് ഓൺ യുവർ ആക്സെൻറ്റ്, യുവർ പ്രൊനൗൺസിയേഷൻ എന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പം ഔട്ട് ഓഫ് കേരളത്തിൽ നിങ്ങൾക്ക് പറയാം ലെറ്റ്സ് സേ ഒരു 50% ആളുകളും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളാവാം. ബട്ട് 99% ആളുകളും സംസാരിക്കുന്നത് ഒരു ഇന്ത്യൻ ആക്സെൻറ്റ് അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ ആക്സെൻറ്റ് എന്നാണ്. അതിനെ മറികടക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ എം വെരി ഷുവർ ദാറ്റ് നോ മാറ്റർ വാട്ട് പ്രൊഫഷൻ യു ആർ ഗോയിങ് ടു ബി, യു ആർ ഗോയിങ് ടു എക്സൽ ആൻഡ് യു ആർ ഗോയിങ് ടു ബി എൻ എക്സലൻറ്റ് സ്റ്റാഫ് ദാറ്റ്. സോ ദാറ്റ് ഈസ് എ മൊമെൻറ്റ്. സോ ബിഗിനിങ് ഫ്രം ടുഡേ നമ്മൾ ഈ ഓൺലൈനായിട്ടൊക്കെ ഷോപ്പ് ചെയ്യില്ല, റൈറ്റ്? വാട്ട്സ് യുവർ ഫേവറേറ്റ് ഷോപ്പിംഗ് സൈറ്റ്? ഫ്ലിപ്കാർട്ട്, ആമസോൺ, റൈറ്റ്? അതല്ലാതെ വേറെ എനിക്കറിയില്ല. ഓൺലി ദീസ് ടു. മീഷോ, റൈറ്റ്? യാ. ഇതിലൊക്കെ നമ്മൾ സാധനം ഓർഡർ ചെയ്യും, റൈറ്റ്? ആൻഡ് സാധനം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ സോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം വി വിൽ വെയിറ്റ് ഫോർ ഇറ്റ്. ഇപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിനൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനത്തിൽ അത് വരുമോ ഇല്ലേ എന്നുള്ളതിന് നമുക്ക് ഡൗട്ട് ഉണ്ടാവാറുണ്ടോ? ഇല്ല. ബിക്കോസ് ഇറ്റ്സ് ട്രസ്റ്റ് വർത്തി. നിങ്ങളൊരു സാധനം ആവശ്യപ്പെടുന്നു, ആ സാധനം നിങ്ങൾക്ക് ലഭിക്കുന്നു. സിമിലർലി ഐ വോണ്ട് യു ടു ഡു സംതിങ്. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത്, ഇഫ് ഇറ്റ് ഈസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ, ഇഫ് ഇറ്റ് ഈസ് ഒരു 1 lakh above സാലറി ഉള്ളൊരു ജോബ്, അല്ലെങ്കിൽ ഒരു വലിയ വീട്, അല്ലെങ്കിൽ ഒരു എക്സ്പെൻസീവ് കാർ, ഇങ്ങനെയുള്ള ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർഡർ ചെയ്യണം. എവിടെ? ഫ്ലിപ്കാർട്ടിലല്ല, ടു ഓൾമൈറ്റി ഗോഡ്. ദാറ്റ്സ് കോൾഡ് മാനിഫെസ്റ്റേഷൻ. നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് നിങ്ങൾ യൂണിവേഴ്സിനെ അറിയിക്കണം. യു അണ്ടർസ്റ്റാൻഡ് മൈ പോയിന്റ്? വിത്തൗട്ട് യു ഇൻഫോമിങ് ദ ഓൾമൈറ്റി ഗോഡ്, ദി ഓൾമൈറ്റി ഗോഡ് വിൽ നോട്ട് ബി ഏബിൾ ടു ഗിവ് യു. ദെൻ നിങ്ങൾ അറിയിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യു ഹാവ് ടു ലിവ് ലൈക്ക് എ പേഴ്സൺ ഹു ഹാസ് ഓൾറെഡി അച്ചീവ്ഡ് ഇറ്റ്. ഞാൻ ഒരു മാസം ഒരു 2 CR ഏൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അത് ആളാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഐ ഹാവ് ടു ലിവ് ദ മൊമെൻറ്റ് ലൈക്ക് എ പേഴ്സൺ ഹു ഈസ് ഏർണിംഗ് 2 CR ഇൻ എ മന്ത്. അപ്പം എൻ്റെ എന്താവും? എൻ്റെ സ്റ്റൈല് മാറും. ഞാനത് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. ഐ ഫീൽ വെരി എക്സൈറ്റഡ്, വെരി ഹാപ്പി,
എന്നുള്ളത് സാർ. ഞാൻ സാധാരണ ഇപ്പോൾ ഓടിക്കുന്ന ഒരു കാറ് നോർമൽ കാറാണ്. ബട്ട് ഇഫ് മൈ ഇൻറ്റൻഷൻ ഈസ് ടു ഓൺ ഒരു റോൾസ് റോയ്സ് ഒക്കെ പോലത്തെ കാർ ഓൺ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അംബീഷൻ എങ്കിൽ, എൻ്റെ ആഗ്രഹമെങ്കിൽ, ഞാൻ ഈ കാർ ഓടിക്കുന്ന സമയത്ത് പേഴ്സണലി ഐ എം ഫീലിംഗ് ഡീപ്പ് ഇൻസൈഡ് മൈ മൈൻഡ് ദാറ്റ് ഐ എം ഡ്രൈവിംഗ് എ റോൾസ് റോയ്സ് കാർ. ഐ ഡോണ്ട് റിയലി കെയർ അബൌട്ട് വാട്ട് അതേഴ്സ് തിങ്ക്. ഇത് ഞാൻ ഇൻറ്റേർണലൈസ് ചെയ്തൊരു ഫീലിംഗ് ആണ്. വെരി റീസെൻ്റ്ലി, ഇന്നലെ മെനയാന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആൻഡ് ഹി സെഡ് ദാറ്റ് ഐ ഡോണ്ട് റിയലി കെയർ വെദർ ഐ സ്കോർ 1000 ഗോൾസ്. ഞാൻ 1000 ഗോൾ അടിക്കോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. അടിച്ചിട്ടില്ലെങ്കിൽ നോ പ്രോബ്ലം, ബിക്കോസ് ഐ എം ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ ഹിസ്റ്ററി. He said that. That is a confidence, and he doesn't care what others think. So my point is, what is important is what you think about yourself. Adinana, the second thing is called affirmations. Affirmations. You have to keep telling yourself that I'm the best. I'm the best. I'm the best. Even like വളരെ സിമ്പിളായിട്ടൊരു സാധനം ഞാനിങ്ങനെ ചെയ്ത് നോക്കുന്നതാണ്. നോർമലി ഞാനിങ്ങനെ റൂമിലൂടെ ഇങ്ങനെ നടന്നു നോക്കും. Right? I won't say anything. But when I say I'm the best എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നടക്കുന്നതെങ്കിൽ എൻ്റെ ബോഡി ലാംഗ്വേജ് മാറും, എൻ്റെ പോസ്റ്റർ മാറും, എൻ്റെ ജസ്റ്റേഴ്സ് മാറും. I'll feel more confident about it. So first one, manifestation. ഒന്നാമത്തത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇവിടെ നിങ്ങൾ സ്കില്ലേജിൽ വന്നു. If you want English communication, if you want to improve your English communication, you need to ask God that I'm going to improve my language. I speak English confidently എന്നുള്ള ഒരു സാധനം നിങ്ങൾ സെറ്റ് ചെയ്യണം. Then second one is called, I forgot to mention that, visualization. Manifestation, then visualization. Visualizationൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഇംഗ്ലീഷാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ you have to visualize yourself that you are communicating easily with even native speakers. നിങ്ങൾ വളരെ ഫ്ലുവൻ്റ് ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ട്, വളരെ എക്സൈറ്റഡ് ആയിട്ട്, നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യണം. റൈറ്റ്? നിങ്ങളിങ്ങനെ രാവിലെ എണീറ്റതിന് ശേഷം ഡോണ്ട് ചെക്ക് യുവർ ഫോൺ ഫോർ 10 minutes. കീപ്പ് ഇറ്റ് അസൈഡ്. ഫോൺ അത് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം യു കീപ് ടെല്ലിങ് യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളൊരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, നിങ്ങൾ ക്യാൻ യു ക്ലോസ് യുവർ ഐസ്? ഓക്കെ, നിങ്ങൾ ഇൻ്റർവ്യൂവിൽ ഇരിക്കുകയാണ്, നിങ്ങൾ അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, യു ആർ വെൽ ഡ്രസ്ഡ്. ഓക്കെ, യു ക്യാൻ ക്ലോസ് യുവർ ഐസ്. നിങ്ങൾ നല്ല വെൽ ഡ്രസ്ഡ് ആണ്. നിങ്ങൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ബോർഡിലുള്ള ഒരുപാട് ആളുകളുണ്ട്. ആളുകളൊക്കെ ലൈക്ക് യു സീയിങ് ദം സ്മൈലിംഗ്. അവർ വളരെ ചിരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ആൻഡ് ദേ സ്റ്റാർട്ടഡ് ആസ്കിങ് വൺ ബൈ വൺ ക്വസ്റ്റ്യൻസ്. ആൻഡ് ഗെറ്റ്സ് വാട്ട്? നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ അവരോട് കോൺവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് തിരിച്ചു പോകുന്ന ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കുന്നു? ദേ ഗിവ് യു എ ഷേക്ക് ഹാൻഡ് ആൻഡ് സേസ് ദാറ്റ് congratulations, you are selected എന്നുള്ള സാധനം. Now you can open your eyes. This is just a visualization of you getting into the job. ഇതുപോലെ തന്നെ നിങ്ങൾ കാലിക്കറ്റ് ബീച്ചിൽ അവിടെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് യു മീറ്റ് എ ഫോറിനർ ആൻഡ് ഫോറിനറുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നു. സോ ദാറ്റ് ഷോസ് ദാറ്റ് നമ്മളെ ബ്രെയിനൊരു പവർ, ഒരു പ്രത്യേകത ഉണ്ട്. യു നോ വാട്ട്? നമ്മളെ ബ്രെയിന് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് എന്താണെന്നുള്ളതും നമ്മളുടെ റിയാലിറ്റി എന്താണ് എന്നുള്ളതും വേർതിരിച്ചറിയാനുള്ള കഴിവില്ല. യു അണ്ടർസ്റ്റാൻഡ്? നമ്മൾ നമ്മുടെ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യുന്നതാണോ റിയാലിറ്റി, അല്ലെങ്കിൽ നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന എക്സിസ്റ്റിംഗ് ഇതാണോ റിയാലിറ്റി എന്നത് വേർതിരിച്ചറിയാനുള്ള കപ്പാസിറ്റി നമ്മളെ ബ്രെയിനിനില്ല. സോ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതാണ് റിയാലിറ്റി എന്ന് നമ്മളെ ബ്രെയിൻ കരുതുകയും ചെയ്യും. അതിനനുസരിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറുകയും ചെയ്യും. നോർമലി എല്ലാവർക്കും സംഭവിക്കുന്നത് എന്താണെന്നറിയാം? യു റിയലി വോണ്ട് ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്. നിങ്ങൾക്ക് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള ആക്ഷൻ എടുക്കാൻ ആക്ഷൻ എടുക്കുന്ന സമയത്ത് യു ഫീൽ ബോർഡ്. നിങ്ങൾക്ക് ബോറടിക്കും, അല്ലെങ്കിൽ മടി വരും. പക്ഷേ നിങ്ങൾ ഈ വിഷ്വലൈസേഷൻ എന്നുള്ളൊരു ഒരു കാര്യം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ വി കോൾ ഇറ്റ് ഇൻസ്പയർഡ് ആക്ഷൻ. നിങ്ങൾ പിന്നെ അതിനുള്ള സ്റ്റെപ്പ് എടുക്കുന്നത് നിങ്ങൾ ഇഷ്ടത്തോടെ ഇരിക്കും. ഐ ടോൾഡ് യു, ഐ വാസ് ഫോളോയിങ് ഇൻ ലവ് വിത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ്. എന്തുകൊണ്ടാണ്? അതുവരെ ഇംഗ്ലീഷ് മൂവീസ് കണ്ടുകൊണ്ടിരുന്ന ഞാൻ ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ലിസണിങ് ടു ഇംഗ്ലീഷ്. കാണുക മാത്രമല്ല, കേൾക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ വാട്ട് വാസ് ദ ഡിഫറൻസ്? ഞാൻ വിഷ്വലൈസ് ചെയ്തതുകൊണ്ടാണ് ഇൻസ്പയർഡ് ആക്ഷൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞത്. സോ ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് യു ടു ഡു. ഫസ്റ്റ് വൺ, മാനിഫെസ്റ്റേഷൻ. ആസ്ക് ദി ഓൾമൈറ്റി what you want.
അത് ജോബ് ആവട്ടെ, ആൻഡ് ലിമിറ്റ്ലെസ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പം നമ്മളെന്താ ചെയ്യുക? സോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഏർണിങ്സ് ഒക്കെ എത്രയാണ്, ലൈക്ക് പെർ മന്ത്? ഞാൻ ജസ്റ്റ് റാൻഡംലി ആസ്കിങ്. What about you? 35 to 40. എന്തുകൊണ്ട് അത്ര കുറഞ്ഞത്? എന്തുകൊണ്ട് അത്ര കുറഞ്ഞത്? See, I was giving you a blank check. ഒരു ബ്ലാങ്ക് ചെക്ക് നിങ്ങൾക്ക് തരികയാണെന്ന് വിചാരിക്കാം. സോ ഇതാണ് നമ്മുടെ മൈൻഡിൻ്റെ പ്രത്യേകത. എന്താണ്? നമ്മൾ എന്താണോ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു എന്ന് കരുതുന്നത്, അതേ നമ്മളെ മൈൻഡ് അല്ലെങ്കിൽ നമ്മളെ കോൺഷ്യസ് മൈൻഡ് നമ്മൾ എത്തിക്കുകയുള്ളൂ. യു അണ്ടർസ്റ്റാൻഡ്? അതിൽ നമ്മളെന്താ വിചാരിക്കുക, അയ്യോ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ, ഇത് കുറച്ച് ഓവറല്ലേ എന്നുള്ള സാധനം അങ്ങനെ കരുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇന്നർ സെൽഫും അങ്ങനെ നമ്മൾ ആക്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയുള്ളൂ. സോ വാട്ട് ഐ വോണ്ട് യു ടു ഡു ഇസ്, എൻ്റെ പേഴ്സണൽ സ്റ്റോറി എന്നാണ് ഞാൻ പറയുന്നത്. ഐ യൂസ് ടു വിഷ്വലൈസ് ഹാവിങ് എ ജോബ് ഇൻ മൈ ഹോം ടൗൺ. ഓക്കെ, എൻ്റെ ഹോം ടൗണിൽ, നാട്ടിൽ ഒരു 1 lakh above മാസം ഏൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പൊസിഷനിലേക്ക് ഞാൻ എത്തണേ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് 5 years ബാക്ക് ഓർ സംതിങ്. ആൻഡ് ഗസ് വാട്ട്, ദാറ്റ് ഹാസ് ബിക്കം എ റിയാലിറ്റി. ഇനി വേറൊരു കാര്യം പറഞ്ഞിടാം. ഈ നിങ്ങൾ കാശ്മീർ, കുളു മണാലിയൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടില്ല? ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഫാമിലിയുടെ കൂടെ, ഓക്കെ, ഫാമിലിയോടൊപ്പം നമ്മൾ ഈ പുറത്തിങ്ങനെ മഞ്ഞ് വീഴുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ട് ഒരു ബാൽക്കണിയിൽ ഇങ്ങനെ ഇരുന്ന്, അതേപോലെ വിൻഡോൻ്റെ പുറത്ത് കൂടെ ഇങ്ങനെ മഞ്ഞിങ്ങനെ പൊഴിയുന്നതുണ്ട്, ഒരു കട്ടൻ ചായ കുടിച്ച് ഒരു പാട്ടൊക്കെ കേട്ടിട്ട്, ഐ യൂസ് ടു വിഷ്വലൈസ് ദാറ്റ്. വൈഫ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് നമുക്ക് ഇവിടെ പോകണം, കുളു മണാലി പോകണം, കാശ്മീരിൽ പോകണം. സോ ആ പറയുന്ന സമയത്തും ഐ വാസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു ടേക്ക് ദം. അവരെടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലായിരുന്നില്ല. ബട്ട് ഐ യൂസ് ടു കീപ് ദാറ്റ് വിഷ്വൽസ് ഇൻ മൈ മൈൻഡ്. വൈഫും മോളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് അതിങ്ങനെ ഒരു ചായയും മിച്ചറൊക്കെ ഇല്ലേ, മിച്ചറൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ഐ യൂസ് ടു ഈറ്റ് ഇറ്റ്. എന്നിട്ട് ആ സമയത്ത് ചായ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു, ഐ യൂസ് ടു ഫീൽ ദാറ്റ്. എന്നിട്ട് അത് എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ട്. ഗസ് വാട്ട്, ലാസ്റ്റ് ഇയർ ഞാൻ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തായിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഫാമിലീനെ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു 3 months. ലാസ്റ്റ് പെണ്ണുങ്ങൾ പറഞ്ഞു, വൈഫ് പറഞ്ഞിട്ടുണ്ട്, ഇനി കാശ്മീരിലേക്കും ഇല്ല, കുളു മണാലിയിലേക്കും ഇല്ല, ഈ പരിപാടിക്ക് ഞാനില്ല എന്നുള്ളത്. കാരണം തണുപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു കോപ്പ് അപ്പ്. സോ നിങ്ങൾ എന്തൊക്കെ വിഷ്വലൈസ് ചെയ്യുന്നു, നിങ്ങൾ എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, ദിസ് ഈസ് ഗോയിങ് ടു കം ട്രൂ. ആ ഒരു സാധനം നിങ്ങൾ ടേക്ക് ഇറ്റ് ആസ് എ ലൈഫ് ലെസൺ ദാറ്റ്സ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ് ഫോർ എവർ. ഓൾറൈറ്റ്, താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ്.